ഇവിടെ വന്നേ? അത് ഞാൻ നിച്ചേട്ടനോടും റിക്കിനോടും പറഞ്ഞു പേപ്പേഴ്സ് വെക്കാൻ, പക്ഷെ വെച്ചില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വന്നു വെക്കാൻ. ആരും എന്നെ തടഞ്ഞില്ല, കാരണം എനിക്കിവിടെ വരാൻ അവകാശമുണ്ടല്ലോ. നീ ഇവിടെ വരെ വന്നിട്ട് എന്തെന്നെ അറിയിക്കാണ്ടിരുന്നേ? ആ പേപ്പർ അങ്ങ് സൈൻ ചെയ്തേക്ക്, അതേ എനിക്ക് വേണ്ടു. എനിക്ക് ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് ആവണം. അത് നിന്റെ മാർക്സിലും കാണാനുണ്ട്. ഇങ്ങനെയാണോ നീ ഇൻഡിപെൻഡന്റ് ആവുന്നേ? ഓ ആ, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി എനിക്കിഷ്ടമുള്ളത് പഠിക്കും. എന്തേ, എനിക്ക് ബിസിനസ്സും കോപ്പൊന്നും ഇഷ്ടമല്ല. ഓ, അപ്പൊ അതാണല്ലേ അവൻ കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ നിൽക്കുന്ന? 2 കൊല്ലം മുമ്പ് ചോദിച്ചിരുന്നേ, ഞാൻ അവന് ഇഷ്ടമുള്ള കോഴ്സ് ചേർക്കുമായിരുന്നല്ലോ. നിനക്കെന്താ പഠിക്കാൻ താല്പര്യം? അതൊന്നും നിങ്ങൾ അറിയണ്ട. ജസ്റ്റ് ആ ഡൈവേഴ്സ് പേപ്പർ സൈൻ ചെയ്തേക്ക്. പഠിക്കാനുള്ളതാണ് ഞാൻ നോക്കിക്കോളാം. ഞാൻ നിന്റെ ലീഗൽ ഗാർഡിയനാണ്. അപ്പൊ എനിക്ക് നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് അറിഞ്ഞേ പറ്റും. എന്നാലല്ലേ എനിക്ക് ഡൈവോഴ്സ് തരാൻ പറ്റും. കോർട്ട് ഇത് തന്നെ ചോദിക്കുള്ളൂ. അങ്ങനെയാണ് ഡിയർ ലീഗൽ ഗാർഡിയൻ. എനിക്ക് ഹെറിഡിറ്ററി ആയി കിട്ടുന്ന ഷെയർസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് ഡൊണേറ്റ് ചെയ്ത് കുറേ പാർട്ട് ടൈമിന് വർക്ക് ചെയ്ത് എനിക്കിഷ്ടമുള്ള കോളേജിൽ വീഡിയോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് പഠിക്കണം. അത് കഴിഞ്ഞ് ജോബ് ചെയ്യണം. എന്റെ മുഖത്തിന് ദേഷ്യം. കുഞ്ഞല്ലേ, സാരില്ല. അല്ലെങ്കിലും എന്നോടിങ്ങനെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. ഇഷ്ടായി, വളരെ ഇഷ്ടായി. നിനക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ആ ഉണ്ട്, പക്ഷെ പേടിക്കണ്ട, ഞാൻ ഇതുവരെ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചീറ്റും ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ ദയവ് ചെയ്ത് ഡൈവേഴ്സ് ചെയ്യാതിരിക്കല്ലേ. ശരിയാ, രണ്ടുപേരും അവൻ എങ്ങനെ ഒറ്റയ്ക്കിരിക്കും? ഞാനും ഒരു തരത്തിലുള്ള അടുപ്പവും അവനില്ലല്ലോ. സാരല്ല, ഓക്കെ, ഞാൻ സൈൻ ചെയ്യാം. പക്ഷെ എനിക്ക് നീ നിന്റെ കരിയറുമായി സെറ്റിൽ ഡൗൺ ആവുന്നത് കാണണം. അതിന്റെ കൂടെ നീ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നയാൾ നിനക്ക് യോഗ്യനാണ് എന്ന് ഞാൻ നോക്കും. എന്നിട്ടേ നിനക്ക് ഞാൻ ഡിവോഴ്സ് തരുള്ളൂ. ഇയാൾ എന്തിനാ എന്നോട് ഫീലിങ്സ് ഉള്ള പോലെ സംസാരിക്കുന്നത്? ഇയാൾക്ക് സൈൻ ഇട്ടാൽ മാത്രം പോരെ. നോക്ക്, ഞാൻ കള്ളം പറഞ്ഞതാണ്. നിങ്ങൾ ആരെയും പരീക്ഷിക്കണ്ട, എനിക്ക് ആരുമില്ല. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് പറഞ്ഞല്ലോ. എന്തിനാ ഇങ്ങനെ വലിച്ചു നടുന്നേ? ഒപ്പിട്ടൂടെ? ഞാനിപ്പോ തളർന്നിട്ടുള്ള, എനിക്ക് നാളെ ഓഫീസ് പാർട്ടി ഉണ്ട്, അറ്റൻഡ് ചെയ്യാം. സോ ഗുഡ് നൈറ്റ്. ഞാൻ എന്തിനാ മാറ്റി പറഞ്ഞേ? എന്നാടാ നിന്റെ GF തേച്ചോ? അങ്ങനെ ചോദിച്ചാ ശരിയാ. നിന്റെ മുഖമൊക്കെ വാടിയിരിക്കുന്നുണ്ടല്ലോ. എന്താ മോനെ, നിനക്ക് അവളോട് വല്ല അഗാധ പ്രണയമായിരുന്നു? നിന്റെ പ്രണയ കിണറിന്റെ ആഴത്തിലൊന്നും അറിയാത്ത പൊട്ടത്തവളയെ പോലെ പിടിക്കുകയാണ് ഞാൻ. പക്ഷെ അതൊന്നുമല്ല, എനിക്ക് നീവിനിങ്ങനെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനുണ്ട്. എന്റെ അച്ഛന്റെ ബോസിന് മിസ്റ്റർ മേനന്റെ ആനിവേഴ്സറി പാർട്ടി. എല്ലാവർക്കും പ്ലസ് 1 വേണം. ഞാൻ അവളെ കൊണ്ടുപോവാന്ന് വിചാരിച്ച പോയിട്ട് ഇപ്പൊ പോയില്ലേ. എനിക്ക് ആരെയും വേണം. എന്നാ റോസിനെ കൊണ്ടുപോകും. ഞാനിവിടെ പാർട്ടിക്കൊന്നും പോവില്ല. ഐ ഹാവ് എ ഡേറ്റ് ടുഡേ. മുത്തേ, ഇവർക്ക് പറ്റത്തില്ലല്ലോ. അപ്പോ നിനക്ക്? ഞാനൊന്നുമില്ല. ഒരു പാർട്ടിക്ക് എന്നെ വിളിക്കണ്ട, പോയേ. ഞാൻ നിനക്ക് ഒരു ടണ്ണ് ബനാന മിൽക്ക് വാങ്ങിച്ചേരാടാ, പ്ലീസ് ഡാ. ഞാനിനി നിന്നെ ഫ്ലോട്ട് ചെയ്യലടാ പ്ലീസ്. എന്നാലും ഇന്നത്തെ പാർട്ടിക്ക് വേണ്ട ഡ്രസ് എടുക്കാൻ പോകും. എല്ലാവരുടെ സ്ഥലവും അവൻ എപ്പോ വരുമോ? എടാ ഇങ്ങോട്ട് നോക്കിയേ. എങ്ങനെയുണ്ട്? Wow, sir, you look so sexy in this dress. താങ്ക്സ്, ബട്ട് ഇത് കുറച്ച് റിവീലിംഗ് അല്ലേ? അതെയോ, നീ അങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കുന്നേ? നീ ഏത് നൂറ്റാണ്ടിൽ നിന്നാ വന്നേക്കുന്നേ? 1894. Just stop acting to be innocent and pure. We all know you are not.
സിയോന, നിനക്ക് വേണ്ട ഡ്രസ്സ് പോയി എടുക്ക. നിങ്ങളുടെ തലക്ക് വെളിവില്ലാണ്ടായോ? എവിടെ ചെന്നാൽ എന്റെ പിന്നാലെ ഉണ്ടാവല്ലോ. താൻ എന്തെന്റെ വാലാട്ടി പട്ടിയോ? എന്നെ നിർബന്ധിപ്പിച്ചിട്ടാണ് എന്നെ അന്ന് അതൊക്കെ പറയിപ്പിച്ചേ. അല്ലാണ്ട് തന്നോടുള്ള പ്രേമം വീട്ടൊന്നുമല്ല. ഓ, പ്രേമിക്കാൻ പറ്റിയ പീസ് കണ്ടാൻ എൻ്റെ അപ്പാക്കനെ പോലെ ഉണ്ടല്ലോ. വെയിറ്റ് ഓതറൈസ് അഗെയിൻ ഹിയർ ടു ഇൻട്രപ്റ്റ്. സോ ഞാൻ ഈ കഥ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടാണ് JK ഐ ലവ് യു എന്ന് പറയുന്ന സംഭവം. ലിസമോള് അത് ഷൂട്ട് ചെയ്തിട്ട് വൈറലാക്കി. അത് നമ്മുടെ സ്വന്തം തേജസിന്ദ്രയുടെ ഓഫീസ് വരെ എത്തി. എന്നിട്ട് ലിസക്കൊരു സസ്പെൻഷനൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം ആ വൈറലായ വീഡിയോ എന്നിട്ട് പുള്ളിയുടെ പവേഴ്സ് വെച്ച് ഇൻ്റർനെറ്റിൽ നിന്ന് റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് JK ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. പ്ലീസ്. ഇന്ന് തൊട്ട് ഈ ചെറുക്കനെ ഈ ഷോപ്പിൽ നിന്നും ബാൻ ചെയ്യണം. എടോ പരനാറി തേജസേ, തൻ്റെ സോറി സാർ, അവന് പറയുന്ന ഒന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ബൈ. ഈ ഫക്കിംഗ് തേജസ് വംശ ഇന്ദ്ര, എനിക്ക് കാർ തുറക്കും പോകുമ്പോൾ ഞാൻ ഡൈവേഴ്സ് ആക്കട്ടെ. ഈ പരനാറിനെ കിട്ടേണ്ടി വന്നത് ഏത് നേരത്താണോ? എനിക്ക് അത് നീ ഒന്നും പറയണ്ട. ഒരാളോട് ദേഷ്യം തീർക്കുന്നതൊക്കെ അയാള് ഹസ്ബൻഡൊക്കെ ആയിട്ട് കാണിക്കുന്നത്, ഹസ്ബൻഡൊക്കെ ആയിട്ട് മാനിക്കുന്നത് ആദ്യമായിട്ട്. നമുക്ക് പോകാം. നീ ഓക്കെ അല്ലേ? ഞാൻ റെഡിയാ. എനിക്ക് എവിടെ ഇപ്പൊ വേണമെന്ന് പോയതാണല്ലോ. ഹായ് ബേബീസ്. തോന്നി ഇവിടെ ഉണ്ടാവുന്ന തെണ്ടി. എന്താ ഇവിടെ ഒരു ബഹളം? അത് തേജസ്വംശി ഇൻട്രസർ വരുന്നത് കൊണ്ടാ. ഈ മയിരൻ ഇവിടെയും വന്നോ? എൻ്റെ ആറ്റുകാലമ്മച്ചി. ഓ, കൂടെ സ്റ്റെപ്പിനി ഉണ്ടല്ലോ. ചക്കിക്കൊത്ത ചങ്കരൻ പോലുണ്ട്. പെണ്ണുങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാണാൻ കൊള്ളാം. ഞാൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മ എവിടെ? അമ്മ. ഹലോ. ഹായ് അക്ഷതേട്ടാ. ഇവിടെ വന്നിട്ട് എന്നെ കാണാൻ പോലും വന്നില്ലല്ലോ. ഞാനിവിടെ അവന്റെ +1 ആയിട്ടല്ലേ വന്നേ. അപ്പം അവൻ പരിചയപ്പെടുത്തുന്നതല്ലേ മര്യാദ. +1? നീ +1 ആയിട്ടാണോ വന്നേ? നിന്നെ കാടച്ച് ക്ഷണിച്ചതല്ലേ? കിട്ടിയായിരുന്നു, പക്ഷെ എന്തോ മറന്നുപോയി. ഞാൻ വരാൻ പ്ലാൻ ഇടാത്തത് എനിക്ക് കൂട്ടുന്ന ആരും ഇല്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ നിന്നൊരു കമ്പനി ആവുന്നു. പക്ഷേ നിന്റെ +1 ഏതോ പെൺപിള്ളേർക്ക് വേണ്ടി നിന്നെ പോസ്റ്റ് ആക്കി അല്ലേ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ. പക്ഷെ അവൻ സിംഗിൾ അല്ലേ, അതുകൊണ്ട് അവനെന്താവുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്റെ ഭർത്താവിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോവാം. ദൈവമേ, ഞാൻ ഇവിടെ ചെന്നറിയാണല്ലോ. So JK, ഇതിന്റെ ഹസ്ബൻഡ് ശരൺ മേനൻ. He is an architect. And ഷാരു ഇത് JK. ഞാൻ JK. Nice to meet you. അയ്യോ, എന്തിനാ ഫോർമാലിറ്റീസ് ഒക്കെ? എന്താണ് ഈ ദിവസവും നിന്നെ കുറിച്ച് വാദവരാതെ സംസാരിക്കാറുണ്ട്. And he's a huge fan of yours in college. അവൻ ജൂനിയർ ആണ്. പിന്നെ എന്റെ അമ്മ എപ്പോഴും പറയും, വേറൊരു മകനുണ്ടായിരുന്നെങ്കിൽ നീയുമായി കല്യാണം നടത്തിയെന്ന്. ഇത്രയൊക്കെ വേണ്ടായിരുന്നു. നമ്മളിനി ഫ്രണ്ട്സ് ആണ്. എപ്പോ വേണേലും എന്റെ സഹായത്തിനും അല്ലാതെ വിളിച്ചോട്ടോ. പൊതുവെ ശരണിന് ഇങ്ങനെ ആഷ്പൂഷായി നടക്കുന്ന ആൾക്കാരോടൊന്നും വലിയ താല്പര്യമില്ല. നീയും അങ്ങനെയാണെന്ന് നമ്മള് പറഞ്ഞവൻ അറിയാം. അവന് നിന്നെ മീറ്റ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു.
ശരണേ, കണ്ടവരെ ഫ്രണ്ടാക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പുറമേ കാണുന്ന നന്മയൊന്നും അകമേ ഉണ്ടാവണമെന്നുമില്ല. തേജു, വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? നിനക്ക് ഇങ്ങനെ ഇത്രയും തലന്താഴ്ന്ന് സംസാരിക്കാൻ പറ്റുന്നേ? സേ സോറി ടു ഹിം. ഇവനോട് സോറി. അതും ഞാൻ. അക്ഷരേട്ടൻ അറിയോ ഇവൻ ആരാന്ന്? ഇവൻ വെറും സ്റ്റോപ്പ് ഇറ്റ്. ഇനഫ് ഇസ് ഇനഫ്. എനിക്ക് മതിയായി. Oh my god, ആ ചെറുക്കന്റെ ധൈര്യം നോക്കി. എടാ നായിന്റെ തേജുനെ, മൈൻഡ് യുവർ ലാംഗ്വേജ്. ദാറ്റ് മസ്റ്റ് ബി ആൻ ആക്സിഡന്റ്. അല്ല ഏട്ടാ, ഇത് ഞാന് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, ഇവനെ കടലിലേക്കിട്ടെ നല്ല സ്രാവുകൾക്ക് ഉപകാരമായിരിക്കും. ഇനി ഇവനെ രക്ഷിക്കാൻ പോകുന്ന ഏതൊരാളും ഈ തേജസ് വംശിക്ക് ശത്രു. Don't you dare. എന്താ അവിടെ ശത്രു? ചെയ്യില്ല. അയ്യോ, അവനൊന്നും ചെയ്യില്ലേ. അവനൊന്നും അറിയില്ല. വേണേ എന്താ ഇവിടെ? അൺലോക്ക് ഫാസ്റ്റ്. എന്റെ ഓർഡറാണ്. ചേട്ടാ ചേട്ടാ, ജെകെ അവൻ. ഓ ഫക്ക് 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 ഫക്ക്. ജെകെ, എടാ പട്ടികളെ, എന്തെങ്കിലും ചെയ്. അവനെ രക്ഷിക്ക്. Oh my god, ഇവന് നീന്താനും അറിയോ? അവൻ കേറി വരണം. ജെകെ, നീ എങ്ങനെ? മാറി നിക്കടാ അവിടെ. കാലങ്ങളായി തരണോന്ന് വിചാരിക്കുന്നു. എന്നാ ഇപ്പൊ തന്നെ തരാം. വിടന്നെ. I said stop. എന്തെറ്റി? പിടിക്കുന്നില്ലേ? ആദ്യം നീ എന്നെ സെഡ്യൂസ് ചെയ്തു, എന്നെ ഓർമ്മയാക്കി. ഓ, let me guess. അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഒരു കുഴപ്പവുമില്ലാതെ പറഞ്ഞു. How much were I? താൻ എത്രയാ പൊതുവെ ഓരോ രാത്രിക്കും പേ ചെയ്യാറ്? That's none of your business. ഇതിന്റെ റേറ്റ് പറ. താൻ തന്റെ പണി ചെയ്, ഞാൻ പിന്നെ അതിന്റെ റേറ്റ് പറയാം. അത്രയ്ക്ക് ഡെസ്പറേറ്റ് ആണോ നീ? ഈ നേരത്താരാണോ? എന്തെറ്റിതേ? Fuck off. Pathetic bitch. Yes, pathetic bitch, as I said. ഞാനവനെ ചീറ്റ് ചെയ്യാൻ പോയല്ലോ. ഞാനെന്താ ഇങ്ങനെ? മെസ്സേജ്, അവന് മെസ്സേജ് ചെയ്തേക്കാം. നിനക്കെങ്ങനെ ഇതിനെ കുറിച്ച് അറിയാം? നീ ഇൻസിഡൻസിനെ കുറിച്ച് കേട്ടോ? Trust me, I'm not at all connected to that boy. അവനും അവന്റെ കുറെ ബെറ്റ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ഇന്ന് എൻ്റെ കൂടെ ചെലവഴിച്ച സമയത്തിൻ്റെ റേറ്റാണിത്. സ്റ്റോപ്പ് ദി സസ്പെൻഷൻ നൗ. നീ ഇന്ന് എന്റെ കൂടെ ചെലവഴിച്ച സമയം, റേറ്റ്, what?
അങ്ങനെ പാടില്ല. ഹലോ എറിക്, ലിസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തേക്കെ. ഓക്കെ. പിന്നെ നെറ്റിക്കേട്ടൻ. ഹലോ നെറ്റിക്കേട്ടാ, ഏട്ടാ എനിക്ക് ജിത്തുവിന്റെ പിക്ക് ഒന്ന് തരുമോ പ്ലീസ് ഏട്ടാ. എടാ തേജു, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് തരാൻ പറ്റും. ഏട്ടാ അങ്ങനെ പറയല്ല ഏട്ടാ. I messed up ഏട്ടാ. I really messed up very bad. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ പ്ലീസ്. ഞാനെല്ലാം പറയാം. ഓ മൈ ഗോഡ്. മനസ്സിലായില്ല ഏട്ടാ. ഇനിയെങ്കിലും എനിക്ക് താഴെ ഒരു ഫോട്ടോ മതി ഏട്ടാ. ശരി ഞാൻ തരാം. ശരി. ഇത് ചിത്തു, അവൻ ചെറുക്കൻ എന്നെ രാത്രി കിസ് ചെയ്ത ചെറുക്കൻ, ഞാൻ മാളിന്ന് ബാൻ ചെയ്ത ചെറുക്കൻ, ഓണർ ഓഫ് ദാറ്റ് മാൾസ്, ഞാൻ കൈകൊടുക്കാൻ പഠിച്ച ചെറുക്കൻ, എന്നെ കൺഫ്യൂസ് ചെയ്ത ചെറുക്കൻ, ഒട്ടേക്കും ഞാൻ അപമാനിച്ചു വിട്ട ചെറുക്കൻ, ഞാൻ കടലിലേക്ക് എറിഞ്ഞ ചെറുക്കൻ, അറ്റ് ലാസ്റ്റ് ഞാനിന്ന് റേറ്റ് ചോദിച്ച ചെറുക്കൻ, സത്യൻ കൃഷ്ണവംശം. അവനത് നീന്താൻ അറിയില്ലാന്നെങ്കിൽ അവൻ മരിച്ചു പോകാനായിരുന്നു. അതിനോട് ഞാൻ റേറ്റ് ചോദിച്ചേക്കുന്നത്. സസ്പെൻഷൻ മാറ്റിയതിന് താങ്ക്സ്. നാളെ കാണാം. ജിതിൻ, നമുക്കിപ്പം മീറ്റ് ചെയ്തോടെ പ്ലീസ്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, കുറെ കാര്യത്തിന് മാപ്പ് ചോദിക്കാനുണ്ട് ജിതിൻ, പ്ലീസ്. ഓക്കെ, സോ ഇപ്രാവശ്യത്തെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ 18+ കോണ്ടൻറ്റ്സ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് അത് വരികയും ചെയ്തു. ഐ എം സോ സോറി ഇഫ് യു ഗൈസ് ഡിഡ്ന്റ് പുട്ട് ഹെഡ്സെറ്റ് ഓൺ. സോ ദ തിങ് ഈസ്, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ ജയക്ക് എന്താ അവനൊന്നും അറിയാത്ത പോലെ ഇതായിട്ട് മേക്കൗട്ട് ചെയ്തതെന്ന്. ദ തിങ് ഈസ്, നമ്മുടെ JK കുട്ടന് നമ്മുടെ തേജുവായിട്ട് ചീറ്റ് ചെയ്തു എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഡൈവേഴ്സ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു ഇതൊക്കെ. ഓക്കെ, അത് ബുക്ക് പറയുന്നുണ്ട്, ഞാൻ വായിച്ച ബുക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇത് ഞാൻ തേർഡ് പേഴ്സൺ വ്യൂവിൽ പറയാത്തത് കൊണ്ട് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡ് ഫുൾ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇൻ്റർസ്റ്റെല്ലാർ കാണുന്ന പോലെ വായും പൊളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. JKയുടെ പാസ്റ്റിനെ കുറിച്ചായിരിക്കും അതിൽ പറയുന്നുണ്ടാവുക. സോ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. So thank you for the support. Love you, ammies.